ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾക്ക് IT മോഡൽ പരീക്ഷയ്ക്ക് ഇനി വെറും 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അത്യാവശ്യം ടെൻഷനൊക്കെ ഈ IT പരീക്ഷയെക്കുറിച്ച് ഓർക്കുമുണ്ടാവും. കാരണം മറ്റെല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ഈ IT യെ കുറിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയുള്ളത്. ഈ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മക്കളെ, ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IT ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. കുട്ടികളെ, IT തിയറി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. IT തിയറി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. IT തിയറി പഠിക്കാൻ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ടൊന്ന് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പോയിന്റുകളുമാണ് തിയറി ചോദ്യമായിട്ട് വരാറുള്ളത്. ഏറ്റവും ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നും ഏത് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കണം. 1. 2, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഞാൻ 3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ലിങ്കുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആൻസേഴ്സും മലയാളം മീഡിയത്തിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആൻസേഴ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ മീൻസ് നിങ്ങൾക്കറിയാം, ഒരു ചോദ്യത്തിന് 2 ഓപ്ഷൻ ടിക്ക് ചെയ്യേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടുന്ന PDF-കൾ ഉൾപ്പെട്ട ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്കുകളാണ്. ആ ലിങ്കുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ നോട്ടുകളൊക്കെ ലഭിക്കും. അതിന് പുറമെ ഈ ചാനലിൽ തന്നെ ഓൾറെഡി 2 വീഡിയോകൾ IT തിയറി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കാണുക. ഇപ്പോൾ നിങ്ങൾ ആദ്യം അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്ത് തയ്യാറാവേണ്ടത്. പരമാവധി തിയറി ചോദ്യങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും ബ്രൗസ് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുക. അങ്ങനെ നിങ്ങൾ മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ കാര്യത്തിലും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അത് ചെയ്ത് നോക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയൊരു അവസരം സ്കൂളിൽ നിന്ന് കിട്ടുമായിരിക്കാം, ഉറപ്പില്ല, എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിരവധി വീഡിയോകൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേരടിച്ച് SSLC IT എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് വേൾഡ് ഓഫ് ഡിസൈനിങ് SSLC IT എന്ന് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അത്തരം വീഡിയോകളൊക്കെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നും ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്നും ഇതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് മനസ്സിലാക്കുക. അതോടൊപ്പം ഒരവസരം നിങ്ങൾ ചെയ്യാൻ ലഭിച്ചാൽ അതൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകൾ എഴുതിയെടുത്ത് അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ മോഡൽ എക്സാമിലേക്ക് എത്തുമ്പോൾ, ഈ മോഡൽ എക്സാമിൽ വരുന്നൊരു വലിയ ക്വസ്റ്റ്യൻ പൂളുണ്ട്. ഒരു 150-200ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടെ ഒരു ക്വസ്റ്റ്യൻ പൂളുണ്ട്. ഈ ക്വസ്റ്റ്യൻ പൂൾ തന്നെയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിനും ഏകദേശം വരിക. ഒരു 80% ക്വസ്റ്റ്യൻസൊക്കെ ആ രീതിയിൽ തന്നെയാണ് ആവർത്തിച്ച് വരാറുള്ളത്. അതുകൊണ്ട് മോഡൽ എക്സാം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ബേസിക്കലി വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായി കാണും. അതിനുശേഷം ഈ പറയാൻ പോകുന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പൂളും കൂടി മോഡൽ എക്സാമിന് ശേഷം പഠിക്കുന്നതോടുകൂടി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടും ഫൈനൽ എക്സാമിന് തയ്യാറായിരിക്കും. അതേപോലെ തന്നെ ഓരോ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴും നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് ടൂൾസാണ്. അതായത് ഓരോ തരത്തിലുള്ള ടൂളുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ടൂളുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ IT മോഡൽ എക്സാമിന് വരുന്ന പല പ്രാക്ടിക്കലും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നീട് ഇതേ പ്രാക്ടിക്കൽ തന്നെ ചെറിയ മാറ്റങ്ങളോട് തന്നെ ഫൈനൽ എക്സാമിന് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കാര്യം ഓക്കെ ആയിരിക്കും. A+ നിങ്ങൾക്ക് ഉറപ്പിക്കാം. സോ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തിയറി ചോദ്യങ്ങൾ മാക്സിമം പഠിക്കുക. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. പിന്നെ ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരുന്ന ലിങ്കിൽ നിന്നും വെബ്സൈറ്റിൽ കയറി വേണ്ട നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണുകയും ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.